തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വോട്ടെടുപ്പിന് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചരണ രംഗത്ത് തണുപ്പൻ രീതി മാറ്റിവെച്ച് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിലവിലെ ഭരണസമിതിയുടെ പ്രകടനവും പ്രാദേശിക വിഷയവുമാണ് ഇവിടെ പ്രധാന ചർച്ചാ വിഷയം. മുണ്ടക്കയം, എരുമേലി ഈ ഡിവിഷനുകളിൽ മുന്നണികൾക്ക് തുല്യ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക ഭരണ മികവും വികസനവുമാണ് മുഖ്യമായും ചർച്ചയാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പല പഞ്ചായത്തുകളിലും LDF, UDF, BJP മുന്നണികൾക്ക് കൃത്യമായ സ്വാധീനമുണ്ടായിരുന്നു. ചില ഇടങ്ങളിൽ സ്വതന്ത്രന്മാരും വിവിധന്മാരും നിർണായക ശക്തികളായിരുന്നു. സൈബർ ലോകത്തും വാക്പോര മുറുകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ അവരുടെ വികസന കാഴ്ചപ്പാടുകളും മുൻ ഭരണസമിതികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വിശദീകരിക്കുന്നു. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ട്രോളുകളും എതിരാളികളുടെ വീഴ്ചകളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ അഭിമുഖങ്ങൾ, ഗൃഹസന്ദർശന ദൃശ്യങ്ങൾ, പൊതുയോഗ പ്രസംഗങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ എന്നിവ മൊബൈൽ ഫോൺ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അവസാനവട്ട ഊർജം അവസാന ഒരാഴ്ചയിലാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാനുള്ള തിരക്കിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും. മുന്നണികളുടെ ജില്ലാ, സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന വലിയ പൊതുയോഗങ്ങളും കലാപരിപാടികളും ഈ ദിവസങ്ങളുടെ പ്രചരണത്തിന് ആവേശം കൂട്ടും. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.